ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. മൗനരാഗത്തിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ സൗണ്ടിന് ചെറിയ പ്രോബ്ലം ഒക്കെ ഉണ്ട്, അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കണം കേട്ടോ. പിന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ കണ്ടു കഴിഞ്ഞാൽ വലിയ സഹായമായിരിക്കും. അപ്പം നേരെ നമുക്ക് ഇന്നത്തെ മൗനരാഗത്തിൻ്റെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇതാ നമ്മുടെ പ്രകാശൻ്റെ കല്യാണ ദിവസം എത്തി. അപ്പം ഒരുങ്ങി കല്യാണിയും കിരണും കൂടി ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് കല്യാണിയുടെ അടുത്ത് വന്നിട്ട് നമ്മുടെ ബൈജു പറയുക, കല്യാണി നിനക്ക് ഭയങ്കര ഭാഗ്യമാണല്ലോ, അച്ഛൻ്റെ വിവാഹത്തിനല്ലേ നീ പോകുന്നത്. ദേ ബൈജു, ഞാൻ ഒരുപാട് പ്രാവശ്യം ബൈജുവിനോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛനെന്ന് ആ വൃത്തികെട്ടവനെ വിളിക്കരുതെന്ന്. അയാൾ എൻ്റെ അച്ഛനൊന്നും അല്ല, അയാൾ ആ വിക്രത്തിൻ്റെ അച്ഛനാണ്. അയാൾ ഇന്ന് അത്ര ആൾക്കാരുടെ മുന്നിൽ നാണം കെടണം. അത് കാണാൻ വേണ്ടി മാത്രമാണ് ഞാനും എൻ്റെ കിരണേട്ടനും പോകുന്നത്. മോളെ, എന്നാൽ നിങ്ങൾ എളുപ്പം ഇറങ്ങിക്കോ. അമ്മ കാർത്തിക ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു, കല്യാണത്തിന് 10 മിനിറ്റ് മുന്നേ അവിടെ ചെല്ലണം, അവിടെ ഒരു ഗംഭീര സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. കാർത്തികയും കാർത്തികയുടെ അമ്മയും കൂടി എന്തൊക്കെയാണാവോ പ്ലാൻ ചെയ്തിരിക്കുന്നത്, അതൊന്നും നമുക്കറിയില്ലല്ലോ. എന്തായാലും ഞാനും കല്യാണിയും അതുപോലെ തന്നെ ഓഫീസിൽ നിന്ന് ഹരിയേട്ടനും ഒക്കെ ഉണ്ട്, ഞങ്ങൾ പോയിന്ന് നോക്കട്ടെ. കാര്യങ്ങളൊക്കെ ഞാൻ വിളിച്ചു പറയാമെന്നും പറഞ്ഞ് കല്യാണി അമ്മയോട് യാത്രയും പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിന്നീട് നമ്മുടെ പ്രകാശൻ രജിസ്റ്റർ ഓഫീസിന് മുന്നിൽ വന്ന് ഇറങ്ങുന്ന കാഴ്ചയെ കാണിക്കുന്നത്. പ്രകാശൻ ഭയങ്കര സന്തോഷത്തിൽ മാസമായിട്ട് വന്ന് അതിന് മുന്നിൽ അങ്ങ് ഇറങ്ങി. അതിനുശേഷമാണെങ്കിലും നമ്മുടെ മൂങ്ങാ മുത്തശ്ശിയും അതുപോലെ വിക്രവും ഒക്കെ കാറിൽ നിന്ന് ഇറങ്ങി. അവരിറങ്ങി കഴിയുമ്പോൾ കാർത്തികയും അമ്മയൊന്നും വന്നിട്ടില്ല, നമ്മളാണ് ആദ്യം എത്തിയത്. എന്തായാലും ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ രാജപ്പനും അതുപോലെ ബാലണ്ണനും ഒക്കെ കൂടി മറ്റൊരു കാറിൽ വന്ന് ഇറങ്ങുകയാണ്. എടാ പ്രകാശ, നിന്റെ കല്യാണ ദിവസമായിട്ട് പെണ്ണും കൂട്ടരും ഇവിടെ വന്നിട്ടില്ലല്ലോ എന്ന് രാജപ്പൻ ചോദിക്കുക. അവരിപ്പോൾ ഇറങ്ങുവന്നേ, അവർ പുറപ്പെട്ടിട്ടുണ്ട്. അവർ അധികം താമസിയാതെ ഇവിടെ എത്തിച്ചേർന്നോളൂ. പിന്നെ മുഹൂർത്തത്തിന് ഇനിയും സമയമുണ്ടല്ലോ. അങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുക. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ കിരണിൻ്റെയും കല്യാണിയുടെയും വണ്ടി വന്നു. അവിടെ നിന്നും അവർ രണ്ടുപേരും ഇറങ്ങുന്ന സമയത്തും നമ്മുടെ പ്രകാശിനെ ഭയങ്കരമായിട്ട് ദേഷ്യം വരിക. വിളിച്ചെങ്കിലും ഇപ്പം വലിഞ്ഞു കയറി വന്നിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ കല്യാണിയെയും കിരണിനെയും നോക്കിയിട്ട് പുള്ളി പിറുപിറുക്കാൻ തുടങ്ങി. ഇതാരൊക്കെ ഈ വരുന്നതെന്നും പറഞ്ഞ് ബാലണ്ണൻ ഭയങ്കര സന്തോഷത്തിൽ നമ്മുടെ കല്യാണിയോട് സംസാരിക്കുകയാണ്. അപ്പം കല്യാണി പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഈ പുള്ളി കല്യാണം ക്ഷണിച്ചായിരുന്നു. എന്തായാലും മോളെ, എല്ലാ പിണക്കങ്ങളും മറന്നിട്ട് മോൾ അച്ഛൻ്റെ വിവാഹത്തിന് പങ്കെടുക്കാൻ കാണിച്ച മനസ്സുണ്ടല്ലോ, അത് കാണാതെ പോകാൻ പറ്റില്ല. വിളിച്ച സ്ഥിതിക്ക് വന്നു, അത്രയേ ഉള്ളൂ. അല്ല, വധുവും കൂട്ടരും വന്നോന്ന് കിരൺ ചോദിക്കുക. വധുവും കൂട്ടരും കറക്റ്റ് സമയത്തിന് മുന്നേ ഇവിടെ എത്തിക്കോളും. അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അത് ഫോണിലും പകർത്തിയിട്ട് നിന്റെ അമ്മയ്ക്ക് നേരെ അതങ്ങ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവളും അങ്ങ് കണ്ട് സന്തോഷിക്കട്ടെ. ഇതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മൂങ്ങയാണെങ്കിലോ ഇവർ വന്നതൊന്നും പിടിക്കാതെ കല്യാണം കലക്കാൻ വേണ്ടി എത്തിയിരിക്കുക. ദൈവം തമ്പുരാൻ അറിയാം, മുഹൂർത്തത്തിന് മുന്നേ എന്തെങ്കിലും ചില പ്രശ്നങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇവരാണല്ലോ വന്നിരിക്കുന്നത്. അങ്ങനെ മൂങ്ങയും സംസാരിച്ചു. പിന്നെ നമ്മുടെ കിരണിൻ്റെ അച്ഛനെയും അതുപോലെ തന്നെ നമ്മുടെ ദീപയും കുറിച്ചിട്ട് പ്രകാശൻ ചില അസഭ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുക. അപ്പം ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ കല്യാണിക്ക് ഇങ്ങനെ ഇരച്ചു വന്നു. കല്യാണിയാണെങ്കിൽ പ്രകാശൻ്റെ അടുത്തേക്ക് ചെന്നു. നിങ്ങൾ എൻ്റെ അമ്മയെക്കുറിച്ച് തോന്നിവാസം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ ക്ഷമിച്ചു നിൽക്കുമൊന്നുമല്ല. പഴയ കല്യാണിയല്ല ഇത്. എടാ പ്രകാശ, ഇവിടെ അമ്മയുണ്ടല്ലോ ഭയങ്കര പുള്ളിയാണ്. നിങ്ങൾക്കൊന്നും അറിയില്ലല്ലോ, രാജപ്പനോടും ബാലനോടും ഒക്കെ പ്രകാശൻ സേനനും ദീപയും തമ്മിലുള്ള അവിഹിത ബന്ധത്തെക്കുറിച്ചൊക്കെ പറയാണ്. എടോ, തന്നെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്തായാലും തൻ്റെ ഈ കടുങ്കെട്ട് കണ്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് പൊയ്ക്കോളാന്ന് പറഞ്ഞ് ഇവരെല്ലാവരും അവിടെ നിൽക്കുക. അപ്പം നമ്മുടെ ഹരിയേട്ടനെ കണ്ടതും പ്രകാശം പറഞ്ഞു, അതെ, നിങ്ങൾ ഇതുപോലെയുള്ള ഡൂക്കിലികളുടെ കൂടെ ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഭാവി പോക്ക. നിങ്ങൾക്ക് LK കൺസ്ട്രക്ഷൻസിലേക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നല്ലൊരു സാലറിയിൽ നാളെ തന്നെ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കയ്യിൽ തരും. എൻ്റെ മോനാണ് അതിൻ്റെ MD. ആ കാര്യം നിങ്ങൾ മറന്നുപോയെന്ന് ചോദിക്കുക. കാർത്തിക ചേച്ചിക്കും അവരുടെ അമ്മയ്ക്കും ഒക്കെ അത്ര കണ്ട് ബുദ്ധിയില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ കാർത്തിക ചേച്ചിയുടെ അമ്മയെ നിങ്ങൾ പറ്റിച്ച് വശത്താക്കി വെച്ചിരിക്കുമല്ലേ എന്നൊക്കെ കിരണും പറയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോര് മുറുകി. പോര് വലിയ പോരായിക്കൊണ്ട് അവിടെ ഇരിക്കുന്ന സമയത്താണ് അങ്ങോട്ടൊരു പോലീസ് ജീപ്പ് വരുന്നത്. പോലീസ് ജീപ്പ് വന്നത് നമ്മുടെ പ്രകാശനാണെങ്കിൽ
ഇതെന്താ ഇങ്ങോട്ട് പോലീസ് ജീപ്പൊക്കെ വരുന്നത്? എന്താണ് മോനെ പ്രകാശാന്ന് ചോദിച്ച് മൂങ്ങ മുത്തശ്ശി അടുത്ത് കൂടുകയാണ്. അവര് വരട്ടെ അമ്മ. വന്നതിന് ശേഷം നമുക്ക് അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാന്ന് പ്രകാശനും പറയുകയാണ്. പിന്നീട് ആ പോലീസുകാര് അവിടെ വന്ന് അവരിറങ്ങിയതിന് ശേഷം നമ്മുടെ പ്രകാശന്റെ അടുത്തേക്ക് വരിക. അപ്പൊ പ്രകാശനാണെങ്കിലോ, എന്താ സാറേ, എന്താ പ്രശ്നം? അതെ എടാ പ്രകാശ, താൻ വന്നൊന്ന് ജീപ്പിൽ കയറിക്കേ, നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോയിട്ട് വരാന്ന് പറയുക. അപ്പൊ പോലീസിനെ കണ്ടതും നമ്മുടെ കിരണിനും കല്യാണിക്കും ഒക്കെ കാര്യത്തിന്റെ ഗതി ഏകദേശം പിടികിട്ടി. പോലീസ് വന്നു. പ്രകാശിനെ കൊണ്ടുപോകാനുള്ള വരവാണെന്നും അവർക്ക് മനസ്സിലായി. അതിനുശേഷം പ്രകാശനും വിക്രവും ഒക്കെ കാര്യം അന്വേഷിക്കുക. എന്താ സാറേ ഇത്? എന്റെ വിവാഹമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഇന്നത്തെ ദിവസം എന്റെ പേരിൽ ആരാ സാറേ കള്ളപ്പരാതി തന്നിരിക്കുന്നത്? ദേ ഈ നിൽക്കുന്ന ഇവര് തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് കിരണിനെയും കല്യാണിയും ഒക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പ്രകാശനും വിക്രവും മൂങ്ങയൊക്കെ അവിടെ നിന്ന് തകർത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പ്രകാശൻ പറഞ്ഞു, അതെ തെളിവ് അല്ല, എന്താണ് പരാതി എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ ഞാൻ സാറിന്റെ കൂടെ സ്റ്റേഷനിലേക്ക് വരുള്ളൂ. മര്യാദക്ക് വന്ന് ജീപ്പിൽ കയറിക്കോ, ഇല്ല നിന്നെ തൂക്കി എടുത്തോണ്ട് പോവാൻ ഞങ്ങൾക്ക് അറിയാമെന്നും പറഞ്ഞ് ആ പോലീസുകാർ വന്നിട്ട് നമ്മുടെ പ്രകാശന്റെ ചെവിക്ക് പിടിച്ച് കൊണ്ടുപോവാണ്. അപ്പൊ പ്രകാശൻ സ്റ്റേഷനിലേക്ക് പോവാൻ തുടങ്ങുന്ന സമയത്ത് പ്രകാശന്റെ മനസ്സിൽ വലിയ പകയങ്ങ് ആളിക്കത്തുകയാണ്. ഈ കല്യാണിയും കിരണും കൂടി തന്നെയാണ് തന്നെ ഈ കള്ളക്കേസിൽ പിടിപ്പിച്ചതെന്ന് പ്രകാശൻ അങ്ങ് കരുതുക. അപ്പൊ മൂങ്ങാ മുത്തശ്ശിയാണെങ്കിലോ, ഇവറ്റകൾ വന്നത് എൻ്റെ മകൻ്റെ കല്യാണം കൂടാനൊന്നും അല്ല, എൻ്റെ മകൻ്റെ കല്യാണം കലക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ആ ദീപ പറഞ്ഞയച്ചതായിരിക്കും ഈ സാധനത്തിന് എന്നൊക്കെ പറഞ്ഞ് വായി വരുന്ന രീതിയിലൊക്കെ നമ്മുടെ മൂങ്ങ നിന്ന് സംസാരിക്കുക. ആ സമയമാണെങ്കിൽ സേനനെയും ദീപയും കുറിച്ച് വളരെ മോശമായിട്ട് രാജപ്പന്റെയും ബാലന്റെയും ഒക്കെ അടുത്ത് ഇവര് സംസാരിക്കുമ്പോഴത്തേക്കിനും കിരൺ ആണെങ്കിലോ, തള്ളെ നിങ്ങൾക്ക് ഈ നല്ല പ്രായമായി പോയി, അല്ലായിരുന്നെങ്കിലും ഉണ്ടല്ലോ ഇപ്പൊ എൻ്റെ അച്ഛനെയും അമ്മയും കുറിച്ച് പറഞ്ഞതിന് നിങ്ങളുടെ കരണക്കുറ്റി അടിച്ച് ഞാൻ നെരുപ്പാക്കിയേനെ. അങ്ങനെ നമ്മുടെ മൂങ്ങ ഭയപ്പെട്ട് നിൽക്കുകയാണ്. നിങ്ങളുടെ കളിയൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ടാന്നും പറഞ്ഞ് വിക്രമാണെങ്കിൽ എൻ്റെ കാർത്തിക ചേച്ചി ഇപ്പൊ ഞാൻ വിളിച്ച് വിവരങ്ങൾ പറയും, കാർത്തിക ചേച്ചി വന്ന് എൻ്റെ അച്ഛനെ രക്ഷിച്ചോളും. അവരാരും നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരൊന്നും അല്ല, അവർ നല്ല അന്തസ്സുള്ള ആൾക്കാരാണ്. അവരെൻ്റെ അച്ഛൻ്റെ അവസ്ഥ മനസ്സിലാക്കും, എൻ്റെ അച്ഛനെ പുഷ്പം പോലെ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കുമെന്നൊക്കെ പറഞ്ഞ് വിക്രം ഇങ്ങനെ വെല്ലുവിളി നടത്തുമ്പോൾ തള്ളെ നിങ്ങളോട് എനിക്ക് ഒരേ ഒരു കാര്യം പറയാനുള്ളൂ. നിങ്ങൾ ഈ നിൽക്കുന്ന കൊച്ചുമകനെ കണ്ടുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാണ്. നിങ്ങൾക്ക് ഇനിയെങ്കിലും അല്പമെങ്കിലും ബുദ്ധിയോ വകതിരിവോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ചെറുക്കൻ്റെ അടുത്തുനിന്ന് മാറി താമസിക്കുന്നതായിരിക്കും നല്ലത്. ഇവനെ പോലെയുള്ള ഒരു കാലവാരി ഈ ഭൂലോകത്തുണ്ടാകില്ല. സ്വന്തം അമ്മയെ കുറിച്ചിട്ടല്ലേ ഇവൻ ആ കോടതി വരാന്തയിൽ വന്നിട്ട് മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചെന്ന് നമ്മുടെ കിരൺ പറയുക. അപ്പൊ ഇതൊക്കെ കേട്ട് കലി പൂണ്ട് നിൽക്കുകയാണ് നമ്മുടെ വിക്രവും മൂങ്ങയും ഒക്കെ. അങ്ങനെ ആ ഒരു സീൻ കഴിയുമ്പോഴാണെങ്കിലും നമ്മളെ കാണിക്കുന്നത് പ്രകാശനുമായിട്ട് വന്ന പോലീസ് ജീപ്പ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. അപ്പൊ അവര് പറഞ്ഞു, ഇങ്ങോട്ട് ഇറങ്ങണ പ്രകാശ, അത് നിന്നെ ഞങ്ങൾ പിടിച്ചിറക്കണം. എൻ്റെ സാറേ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ നിങ്ങൾ എന്നെ ഇവിടെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്? ആ കിരണും കല്യാണിയൊക്കെ എനിക്കെതിരെ കള്ളപ്പരാതി തന്നതാണോ പ്രശ്നം? സാറേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിനക്കെതിരെ പരാതി തന്നത് ആരൊക്കെയാന്ന് സ്റ്റേഷനകത്ത് കയറി കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാകൂടാന്ന് പറഞ്ഞു. അങ്ങനെ പ്രകാശനെ തൂക്കിയെടുത്ത് നമ്മുടെ പോലീസുകാര് സ്റ്റേഷന്റെ ഉള്ളിലേക്ക് കയറ്റുകയാണ്. അപ്പൊ ആ സമയത്താണെങ്കിലും പ്രകാശന് മുന്നിലേക്ക് നമ്മുടെ ലക്ഷ്മി അമ്മ അവതരിക്കുകയാണ്. ലക്ഷ്മിയെ കണ്ട പാടെ തന്നെ പ്രകാശനൊക്കെ ഞെട്ടി. അപ്പൊ പണി വന്നത് ഈ വഴിക്കാണെന്ന് പ്രകാശന് കാര്യം പിടികിട്ടി. പ്രകാശൻ അങ്ങനെ പേടിച്ചു വരണ്ട് നിൽക്കുക. ഈ സമയത്താണെങ്കിൽ സാറേ, ഇവളെന്തിനാ എനിക്കെതിരെ പരാതി തന്നത്? എടാ, ഇത് നിന്റെ എത്രാമത്തെ കല്യാണമായിരുന്നു? നിന്റെ മുൻ ഭാര്യയല്ലേ ആ നിൽക്കുന്നത്? ഇവൾ അത് തന്നെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ സാറേ, ഇവൾ എൻ്റെ മുൻ ഭാര്യയായിരുന്നു. പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധമൊന്നും പിരിഞ്ഞിട്ടില്ല. എടാ, ബന്ധം പിരിയാതെയാണോ വേറൊരാളെ വിവാഹം കഴിക്കുന്നത്? നീ ഇവളറിയാതെ വേറൊരുത്തിയെ കല്യാണം കഴിച്ചു. അവളുമായിട്ടുള്ള ബന്ധമൊക്കെ പിരിഞ്ഞിട്ട് ഇപ്പം വേറെ കല്യാണം കഴിക്കുകയാണ്. ഇനി നിന്നെ അങ്ങനെ വിട്ടുകഴിഞ്ഞാൽ ശരിയാകില്ലല്ലോ പ്രകാശ. നിനക്കെതിരെ കംപ്ലൈന്റ് തന്നിരിക്കുന്നത് ഈ നിൽക്കുന്ന ലക്ഷ്മിയാണ്. ലക്ഷ്മിയെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് 10-25 വർഷം മുന്നേ ഞാൻ പോകുന്നതാണ് സാറേ. എനിക്കല്ലാതെ ഇവളുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല. ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞതാണെന്നൊക്കെ പറഞ്ഞു. പിരിഞ്ഞെങ്കിലും നിയമപരമായിട്ട് പിരിഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോഴും ലക്ഷ്മി നിന്റെ ഭാര്യ തന്നെയാണ്. അതുകൊണ്ട് നീ ഇതിനൊക്കെ ഉത്തരം പറഞ്ഞിട്ട് ഇവിടുന്ന് പോയാൽ മതി.